യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ഇങ്ങനെ അങ്ങ് പോയാല് അവരെ കൊണ്ടുള്ള ശല്യം തീർന്നോളൂ നീ അങ്ങ് കരുതി കാണും. അയ്യോ, ഞാൻ അങ്ങനെയൊന്നും കരുതിയില്ല ഇന്ദ്രേട്ടാ. വേണ്ട, എന്റെ മുന്നിൽ നിന്ന് വെറുതെ മുതലക്കണ്ണീർ ഒഴുക്കരുത്. നിന്റെയൊക്കെ മനസ്സിലിരിപ്പ് എന്താണെന്ന് എനിക്കറിയാം. ഇന്ദ്ര, നീ ഇതെന്തൊക്കെയാ വിളിച്ചു പറയുന്നത്? നിന്റെ അമ്മയും പെങ്ങളും തോന്നിവാസം കാണിക്കുന്നതിന് അനു എന്ത് പഴിച്ചു? നീ എന്തിനാ വെറുതെ അവളെ വഴക്ക് പറയുന്നു? ഭാനുമേ, നിങ്ങൾ വെറുതെ ഇവൾക്ക് വക്കാലത്ത് പറയാൻ വരരുത്. ഇന്ദ്രേട്ട, എന്താ ഇത്? ഒന്ന് ക്ഷമിക്ക്. ആദ്യം എന്താ സംഭവിച്ചെന്ന് മനസ്സിലാക്ക്. എന്ത് മനസ്സിലാക്കാൻ? ഇവളുടെയൊക്കെ പെരുമാറ്റവും സംസാരവും സഹിക്കാൻ പറ്റാതെ അമ്മയും സോനി ഇവിടുന്ന് എങ്ങോട്ട് ഇറങ്ങിപ്പോയി. അത് എവിടെയാണെന്ന് പോലും നമുക്കറിയില്ല. അവര് ചോദിച്ചിട്ട് ഒന്നും പറയാതെ ഓട്ടോയിൽ കയറി പോയെന്നല്ലേ നീ പറഞ്ഞത്? ആ ഓട്ടോ നമ്പറെങ്കിലും അറിയോ നിനക്ക്? അറിയോന്ന്? ഇല്ല. കണ്ടോ കണ്ടോ, അവക്കറിയില്ല. കാരണം നീ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അതെ, ഞാനിപ്പോ അങ്ങനെയൊന്നും ഓർത്തില്ല. ഓർക്കില്ല. കാരണം അവര് പോകുന്ന നിനക്ക് സന്തോഷമാ. അതുകൊണ്ടാണ് നീ മറ്റൊന്നും ശ്രദ്ധിക്കാത്തത്. അതേസമയം നിന്റെ അച്ഛനോ അനിയത്തിമാരോ ചേച്ചിയോ ആരെങ്കിലാണ് ഇറങ്ങി പോയിരുന്നെങ്കിൽ നീ അവരെ പോകാൻ സമ്മതിക്കുമായിരുന്നോ? അവരെ വിടാതെ നീ തടഞ്ഞു നിർത്തില്ലേ? കരഞ്ഞ് കാല് പിടിച്ചെങ്കിലും പിടിച്ചു നിർത്തില്ലേ? ഒന്നും അല്ലെങ്കിൽ അവർ പോകുന്ന എവിടേക്കാണെന്നെങ്കിലും അറിയാൻ ശ്രമിക്കില്ലേ? ഇവിടെ അതൊന്നും സംഭവിച്ചിട്ടില്ല. കാരണം നിനക്ക് അതിന്റെ ആവശ്യമില്ല. എന്താ ഇന്ദ്രേട്ട ഇത്? ഇങ്ങനെയൊക്കെയാണോ അനുവടത്തിയെ പറയുന്നേ? ഇന്ദ്ര, നീ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കരുത്. നിന്റെ അമ്മയുടെ അനിയത്തിയുടെ സ്വഭാവം നിനക്ക് നന്നായിട്ട് അറിയാവുന്നതാ. അവർക്ക് ദേഷ്യം വരുമ്പോ അവർക്ക് തോന്നുന്ന പോലെ ചെയ്യും. അതിനൊക്കെ പഴി കേൾക്കുന്നത് ഈ പാവം. ഇവള് ചോദിച്ചാൽ അവരാരും ഒന്നും പറയില്ലെന്ന് നിനക്കറിയാവുന്നതോ. പിന്നെ നീ എന്തിനാ ഈ അനുവിനെ കുറ്റപ്പെടുത്തുന്നത്? അവർക്ക് ആരോടെങ്കിലും പറയണമായിരുന്നെങ്കിൽ അത് നിന്നോടോ സത്യനോടോ വിളിച്ചു പറഞ്ഞിട്ട് പോകായിരുന്നല്ലോ. അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ഉള്ളപ്പോ പോവായിരുന്നല്ലോ. അനു മാത്രം ഇവിടെ ഉള്ളപ്പോ അവര് പോയതിന്റെ ഉദ്ദേശം എന്താ? അതിന്റെ പേരിൽ നീ ഇവളെ വഴക്കു പറയുന്ന അവർക്കറിയാം. അതിനു വേണ്ടി തന്നെ ഇത് ചെയ്തത്. ആ കളി മനസ്സിലാക്കാൻ നിനക്ക് ബുദ്ധിയില്ലാഞ്ഞിട്ടല്ലോ. നീ മനഃപൂർവ്വം വേണ്ടെന്ന് വെച്ചിട്ടല്ലേ? നിന്റെ അമ്മ നിന്റെ ഭാര്യയെ വേദനിപ്പിക്കാൻ വേണ്ടി ഏതറ്റം വരെ എന്തൊക്കെ ചെയ്യുമെന്ന് നീ മനസ്സിലാക്കണോ ഇന്ദ്ര? ഈ സംസാരം ഇവിടെ നിർത്തിക്കോണം. ഇവിടെ നിന്നുകൊണ്ട് ഇനി മേലിൽ എന്റെ അമ്മയെ നിങ്ങൾ കുറ്റം പറയരുത്. അതിനുള്ള ഒരു അവകാശവും നിങ്ങൾക്കില്ല. സ്വന്തം മക്കൾക്ക് പോലും വേണ്ടാത്ത നിങ്ങളെ ഈ വീട്ടിൽ കയറ്റി ഇത്രയും സ്വാതന്ത്ര്യം തന്നത് എന്റെ അമ്മയാ. ആ അമ്മയെ നിങ്ങൾ ഇവിടെ നിന്ന് കുറ്റം പറയുന്നത് ഇനി അത് കേട്ട് നിൽക്കാൻ എനിക്ക് പറ്റില്ല. ഉള്ള കാര്യം പറഞ്ഞതിന് ഞാൻ ആരെയാ പേടിക്കേണ്ടത്? നിങ്ങൾ അങ്ങനെ ഒരു കാര്യവും പറയണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? മതി, ഇപ്പൊ ഇറങ്ങിക്കോണേ വീട്ടിൽ നിന്ന്. ഇനി മേലിലൂടെ കണ്ടുപോരുത്. ഇന്ദ്രേട്ടാ, മിണ്ടരുത് നീ. സന്തോഷമായി മോനെ, എനിക്ക് സന്തോഷമായി. എന്റെ സ്വന്തം മക്കളെക്കാൾ ഞാൻ സ്നേഹിച്ചത് നിങ്ങളെയാ. ആ സ്വാതന്ത്ര്യത്തിലാ ഞാൻ എപ്പോഴും ഇവിടെ വന്നോണ്ടിരിക്കുന്നത്. ആ എന്നോട് മുഖത്ത് നോക്കി ഇറങ്ങി പോവാൻ പറഞ്ഞ ഇനി എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല. മോളെയാനോ, ഞാൻ പോവാ. അയ്യോ, ഞാനുമ്പോ പോവല്ലേ ഇന്ദ്രേട്ടാ. വേണ്ട മോളെ, നീ പറഞ്ഞതാ ശരി. നിനക്കിനി ഇവിടെ ജീവിക്കേണ്ടതാ. ഇവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ച ഞാനാ മണ്ടി. ആ, പറഞ്ഞിട്ട് കാര്യമില്ല. തലയിലെടുത്ത് മായ്ച്ചാ പോവില്ലല്ലോ. അനുഭവിച്ചല്ലേ പറ്റൂ. നിന്നെ രക്ഷിക്കാൻ ഇനി ഈശ്വരന് മാത്രമേ കഴിയൂ മോളെ. ഭാനുമേ, പോവല്ലേ? വേണ്ട സത്യ, അവര് പോട്ടെ.
ഇന്ദിരേട്ടാ, ഭാനുമ്മയുടെ അങ്ങനൊന്നും പറയാൻ പാടില്ലായിരുന്നു. പാവം സങ്കടപ്പെട്ട് പോകുന്ന കണ്ടോ? പെറ്റമ്മയും പെങ്ങളും എവിടെയാന്ന് പോലും അറിയാതെ നിൽക്കുക. അവരിതിനേക്കാളും വേദനിച്ചാവും ഈ പടി ഇറങ്ങി പോയത്. അതിനേക്കാളും അപ്പുറമൊന്നും അല്ലല്ലോ ഇത്. എടാ പോട്രാ. അങ്ങനല്ല ഏട്ടാ. വേണ്ട, നീ ഒന്നും പറയണ്ട. എല്ലാം ഒപ്പിച്ചിട്ടേ ദേ ഇവിടെ ഒരുത്തി പാവം പോലെ നിൽക്കുന്ന കണ്ടോ? ഞാൻ എന്ത് ചെയ്തിട്ടാ ഇന്ദ്രേട്ടൻ എന്നെ ഇങ്ങനൊക്കെ പറയുന്നേ? ഓ, അപ്പൊ നീ ഒന്നും ചെയ്തില്ല അല്ലേ? നിനക്ക് വേണ്ടി ഞാൻ നിന്റെ ചേച്ചിയോടും അനിയത്തിമാരോടും അവരുടെ ഭർത്താക്കന്മാരോടും ഒക്കെ മനസ്സില്ലാഞ്ഞിട്ടും ചിരിച്ചിടപഴകാൻ തുടങ്ങിയില്ലേ? നിന്റെ അനിയത്തിയെ കാണാൻ ഹോസ്പിറ്റലിൽ പോകാൻ എന്റെ അമ്മയോട് വരെ ഞാൻ നുണ പറഞ്ഞില്ലേ? ഇതെല്ലാം ഞാൻ ചെയ്തത് നിനക്ക് സന്തോഷമാവാനും നമ്മുടെ കുടുംബം സമാധാനത്തോടു കൂടി മുന്നോട്ട് പോകാനും വേണ്ടിയാ. പക്ഷെ നിനക്ക് ഈ വീട്ടിലെ 2 പേരോട് പോലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ കഴിയില്ലേ? അവരെ നിനക്ക് ഇവിടുന്ന് ഒഴിവാക്കണോ അല്ലേ? ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല ഇന്ദ്രേട്ടാ. ഇന്ദിരേട്ടാ, എന്താ ഈ കാണിക്കുന്നേ? ഇന്ദ്രേട്ടാ, നീ രക്ഷപ്പെട്ടു എന്ന് കരുതണ്ട. ഇന്ദ്രേട്ടാ മതി, വിട്. എന്റെ അമ്മയും പെങ്ങളും ഇവിടെ തിരിച്ചെത്തിയില്ലെങ്കിൽ ശരിക്കും ഇവിടുന്ന് പുറത്താകാൻ പോകുന്നത് നീയാ. ഓതോ അച്ഛനവിടെ? അച്ഛനപ്പുറത്തുണ്ടോ? എന്താ? അച്ഛൻ ഇന്ന് എവിടെയെങ്കിലും പോയായിരുന്നോ? അതോ ഇവിടെ ഇരുന്ന് തന്നെ എല്ലാരെയും വിളിച്ച് പറയായിരുന്നോ? വിളിച്ചു പറയാനോ? എന്തു? എന്റെ മുമ്പിൽ ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കല്ലേ. ഇവിടെ നടന്നതൊക്കെ രഘുവിന്റെ കാതിലെത്തിച്ചത് നിന്റെ കൂടെ അറിവോടെയാണെന്ന് എനിക്കറിയാം. എന്താ വിനയ, വന്ന് കയറിയ ഉടനെ നീ തുടങ്ങിയോ? എല്ലാം തുടങ്ങി വെക്കുന്നത് നിങ്ങളല്ലേ. സ്വന്തം മകനെ കണ്ടവരെ കൊണ്ട് തല്ലുകൊള്ളിക്കണമെന്ന് നിങ്ങൾക്ക് വല്ല നേർച്ചയുണ്ടോ? എടാ, തല്ലുകൊള്ളി തരം കാണിച്ചാൽ തല്ലുകൊള്ളും. അതിന് ഞാൻ ആർക്കും നേരത്തെ നേരേണ്ട കാര്യമൊന്നുമില്ല. രഘുവേട്ടൻ എന്തിനാ നിങ്ങളെ തല്ലിയേ? ഒരു കാരണമല്ലാതെ നിങ്ങളെ തൊടാൻ രഘുവേട്ടൻ എന്താ അധികാരം? നിന്റെ ചേച്ചിയുടെ ഭർത്താവല്ലേ? നേരിട്ട് വിളിച്ച് ചോദിക്കണേ. എങ്ങനെ ചോദിക്കും? നിന്റെ അച്ഛനെ ഞാൻ ഇവിടെ വെച്ച് അപമാനിക്കുകയും പിടിച്ച് തള്ളുകയൊക്കെ ചെയ്തെന്ന് അവനെ വിളിച്ചു പറഞ്ഞത് നിങ്ങൾ രണ്ടുപേരും കൂടിയല്ലേ? അതേടാ, ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ വിളിച്ചു പറയേണ്ടതായിരുന്നു. പക്ഷെ ഞങ്ങളത് പറഞ്ഞില്ല. എടാ, സഹിക്കാൻ പറ്റാതായപ്പോ ആനന്ദമാഷന്റെ മരുമനോടെല്ലാം തുറന്നു പറഞ്ഞു കാണും. അല്ലച്ചാ, അച്ഛൻ ഒരിക്കലും ഇതൊന്നും രഘുവേട്ടനെ അറിയിക്കില്ല. അങ്ങനെ അറിയിച്ചിരുന്നെങ്കിൽ ഇന്ന് അച്ഛന് വീണ്ടും ഇവിടെ വെച്ചൊരു അപമാനം കൂടി ഉണ്ടാവില്ലായിരുന്നു. നിന്റെ അച്ഛനെന്താ ഞാനവിടെ അപമാനിച്ചത്? ഞാൻ എനിക്ക് പറയാനുള്ള കാര്യം മാത്രമാണ് നിന്റെ അച്ഛനോട് പറഞ്ഞത്. അപമാനിച്ചത് ആ സ്ത്രീയാ, സുശീല. എന്റെ ശത്രുക്കൾ എന്റെ വീട്ടിൽ വന്ന് എന്നെ വരട്ടാൻ നോക്കിയാ ഞാൻ വെറുതെ വിടില്ല. അതിനിടയിൽ എന്നെ തടയാൻ വന്നപ്പോഴാ നിന്റെ അച്ഛനെ ഞാൻ പിടിച്ച് തള്ളിയത്. ഒരുത്തൻ എന്നെ ഒറ്റ കൊടുക്കുമ്പോ ആ കാര്യം കൂടി വിളിച്ചു പറയണമായിരുന്നു. ഇവിടെ നിന്ന് ആരും ഒറ്റ കൊടുത്തിട്ടില്ല. ചിലപ്പോ നിങ്ങളോടുള്ള ദേഷ്യത്തിനെ സുശീലാന്റി രഘുവേട്ടനെ ഇളക്കി വിട്ടതായിരിക്കും. ആരിളക്കി വിട്ടതായാലും ആ മൂരിയെ ഞാൻ തളച്ചിട്ടുണ്ട്. അതിലുള്ള ചില വിദ്യകളൊക്കെ എന്റെ പക്കലുണ്ട്. അത് നിനക്കറിയാലോ.
നിന്നെ കുറിച്ച് അന്വേഷിക്കാൻ നിന്റെ അച്ഛൻ വന്നാലും അച്ഛന് വേണ്ടി ചോദിക്കാൻ രഘുവേട്ടൻ എന്റെ അടുത്തേക്ക് വരില്ല. അതിനുള്ള പണിയൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാനത് നിങ്ങളായതുകൊണ്ട് പറഞ്ഞതാ. എന്നാ ഞാൻ വിളിച്ചോളാം രഘു. ശരി. ആ ഇന്ദ്രന്റെ വീട്ടില് വീണ്ടും പ്രശ്നങ്ങൾ തുടങ്ങിയല്ലോ രഘു. അവിടെ എന്നും പ്രശ്നം തന്നെയാ. ആ സ്ത്രീ വീട്ടിൽ നിന്ന് കുഴപ്പമുണ്ടാക്കിയ കാര്യം ഞാൻ പറഞ്ഞില്ലേ? അതും അമ്മാവ് മരിച്ചു എന്ന് പറഞ്ഞാ ആ സ്ത്രീ മകളെയും ഭാനുവമ്മയും കൂട്ടി അങ്ങോട്ടേക്ക് വന്നത്. ഞാൻ ആ വീട് മാറാൻ തീരുമാനിക്കാൻ ഒരു കാരണം അതുകൂടിയാ. ആ സുശീല ഇന്ദ്രന്റെ വീട്ടിൽ നിന്ന് മാറി താമസിച്ചെങ്കിൽ അതൊരു നല്ല ലക്ഷണമാണ്. ആ സ്ത്രീ കൂടെ ഉണ്ടെങ്കിൽ ഇന്ദ്രന് അനുപമയായിട്ട് അടുക്കാൻ കഴിയില്ല. അതിനാ സ്ത്രീ സമ്മതിക്കില്ല. എല്ലാം നല്ലതിനായിരിക്കട്ടെ, അല്ലേ? അതെ. അപ്പോ ഞാൻ ഇറങ്ങാം. വീട് മാറുമ്പോൾ ഞാൻ വിളിക്കാം. വരണം. സ്ഥലത്തുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വരും. അണ്ണനോട് എന്റെ അന്വേഷണം പറയാം. ശരി അങ്കിൾ. ആ മക്കളെ, അമ്മ ഇപ്പോ വരും കേട്ടോ. ആ ഈശ്വര, വിനയനാണല്ലോ. ചീരു എവിടെയെന്ന് ചോദിച്ചാൽ ഞാൻ എന്തു പറയും? ഹലോ, ദൈവമേ. ഇല്ല, നിങ്ങളങ്ങോട്ട് വന്നാ മതി. നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? നിങ്ങൾ കൊണ്ടുവന്ന സെറ്റിന്റെ കംപ്ലൈന്റ് എന്താണെന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞല്ലേ? അതൊക്കെ നിങ്ങളുടെ കാര്യം. നിങ്ങൾ എനിക്ക് പറയാനുള്ള കൂടി അങ്ങോട്ട് കേക്ക്. ചേട്ടാ വണ്ടി നിർത്തിയേ. ചേട്ടാ വണ്ടി നിർത്ത്. ചേട്ടാ ഫോൺ വിളിച്ചു കഴിഞ്ഞ ഇവനിങ്ങോട്ട് കയറി വരുമല്ലോ ദൈവമേ. അതിനിടെ ചീരു വന്നില്ല, കുഴപ്പാ. എന്തെങ്കിലും പ്രശ്നത്തിന്റെ പേരില് ഇവൻ ഒന്നുകൂടെ പുറത്തു പോകാൻ തോന്നിയാലേ രക്ഷയുള്ളൂ. ഈശ്വര. ശരി, ഒരു കാര്യം ചെയ്യും. നിങ്ങൾ ആ സെറ്റ് പോയി എന്റെ വീട്ടിലോട്ട് വാ. ഞാൻ ഇവിടെ തന്നെ കാണും. ബാക്കി നമുക്ക് നേരിൽ പറയാം. ദൈവമേ. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഓക്കെ. ഓരോരുത്തന്മാരുടെ ലാപ്പും കോപ്പും ഒക്കെ കംപ്ലൈന്റ് ആയ അത് റെഡിയായി കൊടുക്കാൻ വിനയം വേണം. മാന്യമായ സർവീസ് ചാർജ് ചോദിച്ചാലോ അത് തരുവില്ല. അല്ല, ശരിക്കും എന്താ പ്രശ്നം? ആരാ നിന്നെ വിളിച്ചേ? എന്റെ ഷോപ്പിൽ വരുന്ന കസ്റ്റമേഴ്സിനൊക്കെ നിങ്ങൾക്ക് അറിയോ? ചോദിക്കുന്ന കേട്ടാ തോന്നുന്നു എന്റെ എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾ ഇപ്പൊ തീർത്തു തരുമെന്ന്. എടാ, ഞാൻ നിന്റെ ടെൻഷൻ കൊണ്ട് ചോദിച്ചതല്ലേ. അതിന് നീ എന്നെ നേർക്കുന്നതിനെ ചാടിക്കറുന്നേ. നിന്റെ ഭാഗത്താണ് ശരിയെങ്കിൽ നീ ഇവിടെ നിന്ന് തുള്ളാതെ നേരെ അയാളുടെ അടുത്തേക്ക് പോയിട്ട് ന്യായം അവിടെ പറയാ വേണ്ടത്. അതിന്റെ ആവശ്യം എന്താണ്? അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ കാണാൻ ഇങ്ങോട്ട് വരട്ടെ. എടാ നീ അത് പിന്നെ ഹലോ. എന്താ മോളെ? ഒന്നുമില്ല.
ഷോപ്പിൽ വെച്ച് കണ്ടാൽ മതിയെങ്കിൽ അങ്ങനെ ഞാൻ അങ്ങോട്ട് വരാം. പക്ഷേ 1 മണിക്കൂർ കഴിയും. ഞാനിപ്പോ വീട്ടിലാ. വൈഫിന് നല്ല സുഖമില്ല. ചിലപ്പോ ഒന്ന് ഡോക്ടറെ കാണിക്കേണ്ടി വരും. ആ ശരി. എടാ ചീരുവിനിപ്പോ വലിയ പ്രശ്നമൊന്നുമില്ല. നീ വേണമെങ്കിൽ ഇപ്പൊ തന്നെ പോയി അത് ക്ലിയർ ചെയ്തേക്ക്. ആ അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ഏതായാലും വന്നതല്ലേ, ചീരൂനൊന്ന് കണ്ടിട്ടാ. എടാ നീ അത് ക്ലിയർ ചെയ്തിട്ട് വാ. ആ എന്നിട്ട് വേണം അവള് സുഖമില്ലാതെ കിടക്കുമ്പോ ഞാൻ തിരിഞ്ഞു നോക്കിയില്ല നിങ്ങൾക്ക് നാട്ടുകാരോട് പറയാം അല്ലേ? എടാ ചീരു നല്ല ഉറക്കാടാ. അതിനെന്താ? അത് ശരി. നിങ്ങളൊന്നും മാറിയൊക്കെ മനുഷ്യ. ഇനി വേറെ കഥ കേട്ട അവിടെ നിൽക്കുക നിങ്ങള്. ചീരു നിങ്ങൾ എന്ത് വാങ്ങിച്ചു കൊടുത്തു എന്നാ പറഞ്ഞേ? അല്ല അത് പിന്നെ ഞാൻ ബ്രെഡ് കഴിച്ചു. ആ അല്ല നീ എന്താ ഇങ്ങനെ വേർക്കുന്നേ? പനി കുറയുന്നതിന്റെ ലക്ഷണം. നന്നായിട്ട് റെസ്റ്റ് എടുക്കുക. റെസ്റ്റ് എടുക്കുക. ഡ്രസ് മാറിയിരിക്കുന്നല്ലോ. നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയി വന്നേ? എടാ അത് പിന്നെ ഏത് ഹോസ്പിറ്റലാ പോയേ? അത് ഏത് ഡോക്ടറെ കണ്ടേ? ആ മരുന്നിന്റെ കുറിപ്പടിക്ക് കാണിച്ചേ. അല്ല ഈ ഹോസ്പിറ്റലിൽ പോകാൻ ഡ്രസ്സ് മാറിയതേ ഉള്ളൂ. അപ്പോഴാണ് ചീരുവിന് പെട്ടെന്ന് ഒരു തലകറക്കം വന്നേ. അയ്യോ. പിന്നെ ചീരുവിനെ 2 കുട്ടികളെ കൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ പോകാനാ? വീണ്ടും ഗുളിക കഴിച്ച് റെസ്റ്റ് എടുക്കട്ടെ എന്ന് വിചാരിച്ചു. ആ കിടപ്പ് കിടന്നാ. ഇപ്പൊ നീ വന്നപ്പോഴാ ഉണർന്നേ. അല്ല വേണമെങ്കിൽ ഇപ്പൊ നമുക്ക് ഒരുമിച്ച് ചീരുവിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നയാ. ഇനി അതിന്റെ ആവശ്യമൊന്നുമില്ല. മുഖമൊക്കെ തെളിഞ്ഞിരിക്കുന്ന കണ്ടില്ലേ? അച്ഛൻ നമുക്ക് കുടിക്കാൻ റെസ്റ്റ് എടുക്കേ. ഈ ഭാഗത്താണെന്നാണല്ലോ പറഞ്ഞത്. ആ ചേട്ടാ, എന്താ ഈ ഭാഗത്ത് പുതിയതായിട്ട് 2 പേര് താമസിക്കാമെന്ന് അറിയാമോ? ഇല്ല, അറിയില്ല. അതെ. എന്താ ചേട്ടാ? ഒന്നുമില്ല. ശരി ചേട്ടാ. വന്ന് ബംഗാളി ഏതാ മലയാളി ഏതാന്ന് അറിയാത്ത അവസ്ഥയായി. ആ ചേച്ചി, എന്താ മോനെ? ഈ ഭാഗത്ത് പുതിയതായി 2 പേര് വാടകയ്ക്ക് താമസിക്കാമെന്ന് അറിയാമോ? ആ, ഒരമ്മയും മോളും താമസിക്കുന്നുണ്ടെന്ന് അറിയാം. ആ അത് തന്നെ. അവരുടെ കയ്യിലൊരു പൊടിക്കുഞ്ഞുണ്ടായിരുന്നു. ആ അതെ. അവരേത് വീട്ടിലാ? ദോ ആ വീട്ടിലാണെന്ന് തോന്നുന്നു. ഓക്കെ ചേച്ചി, താങ്ക്സ്. അവിടെ ഇപ്പോ ആരുമില്ലാന്ന് തോന്നുന്നു മോനെ. അവര് രാവിലെ പോകുന്നുണ്ടായിരുന്നു. ജോലിക്കാരത്തിനാണെന്ന് തോന്നുന്നു. ആണോ? സാരമില്ല, വീട് മനസ്സിലായല്ലോ. ഞാൻ പിന്നെ വന്നോളാം. ശരി.
അതെ, നിങ്ങൾ സംസാരിച്ച് നിൽക്കുക. അതെങ്കിൽ ഇതാ മോളെ, താ കൊണ്ടുപോ. ഞാൻ അപ്പുറത്തോട്ടാവും. അമ്മാനത്തൊരു അമ്മ അല്ല, അമ്മാനത്തൊരു വിഷമം പോലെ. ചീരുവിന് ജോലി കിട്ടിയത് ഒരു ആശ്വാസമല്ലേ അമ്മാവ? ആ, ആശ്വാസമൊക്കെ തന്നെയാ. ജോലിക്ക് പോയി തുടങ്ങിയ ചീരു രക്ഷപ്പെടും. പക്ഷേ വിനയൻ അവളെ ജോലിക്ക് പോകാൻ സമ്മതിച്ചില്ലെങ്കിലോ എന്നാണോ? ആ, നമുക്ക് നോക്കാം മാവ. ഇനി അവൻ ചീരുവിനധികം ബുദ്ധിമുട്ടിക്കില്ലെന്നാ എൻ്റെ ഒരു വിശ്വാസം. അവൻ സമ്മതിച്ചാലും 2 കുഞ്ഞുങ്ങളില്ലേ രഘു അവിടെ? അവരെ ആരും നോക്കും? അതിനെന്തെങ്കിലും ഒരു വഴി ചീരുവച്ച് കാണാതിരിക്കോ അച്ഛ? വിനയേട്ടന്റെ അച്ഛൻ ചീരുവച്ചയ്ക്ക് നല്ല സപ്പോർട്ടല്ലേ? ആ അതെ അച്ഛ, സഹായത്തിനൊരു സ്ത്രീയെ നിർത്തിയ കുഞ്ഞുങ്ങളുടെ കാര്യമൊക്കെ ഭംഗിയായിട്ട് നടന്നോളും. ചീരു എന്തായാലും ജോലി ചെയ്ത് സ്വന്തം കാലിൽ നിൽക്കട്ടെ. അച്ഛൻ തന്നെ ഒരിക്കല് ചീരുവച്ചയ്ക്ക് ഒരു ജോലി വാങ്ങി കൊടുത്തല്ലേ, പിന്നെ എന്തിനാ ഇപ്പൊ ഒരു ടെൻഷൻ? കുഞ്ഞുങ്ങളെ ഓർത്തിട്ടാണെങ്കിൽ ചീരുവിനോട് അവരെ ഇവിടെ കൊണ്ട് നിർത്താൻ പറയച്ച. അവളുടെ മക്കളെ ഞാൻ വളർത്തിക്കോളാം. ലക്ഷ്മി മോളുടെ കൂടെ അവരെയും കൂടെ വളർത്തി വലുതാക്കാൻ എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല അച്ഛാ. ഞങ്ങൾക്ക് 3 മക്കളാണെന്ന് കരുതും, അല്ല രഘുവേട്ടാ? പിന്നല്ല. നിന്റെ കൂടപ്പിറപ്പുകളെയും നീ സ്വന്തം കുഞ്ഞുങ്ങളെ നോക്കും പോലെ അമ്പിളി നോക്കി വളർത്തിയത്. ചീരുവിന്റെ മക്കളെ നോക്കാൻ മറ്റാരെങ്കിലും വെക്കുന്നതിനേക്കാൾ അവർ നിന്റെ അടുത്ത് തന്നെ വളരുന്നതാ അച്ഛനിഷ്ടം. പക്ഷേ അതിനും അവരുടെ അച്ഛന്റെ സമ്മതം വേണമല്ലോ. എന്തായാലും ചീരു നാളെ ജോലിയിൽ ജോയിൻ ചെയ്യട്ടെ. ബാക്കിയൊക്കെ പിന്നെ നോക്കാം. സർ, പുതിയ ഓർഡറുകളുടെ ലിസ്റ്റാണ്. ഏതൊക്കെ വണ്ടികൾ അയക്കണമെന്ന് തീരുമാനിച്ച ചാർട്ട് റെഡിയാക്കായിരുന്നു. വണ്ടികളുടെ അവൈലബിലിറ്റി നോക്കി പ്രതിഭ തന്നെ എല്ലാം ചെയ്താൽ മതി. എനിക്കിപ്പോ ഒന്നും തലയിൽ കയറില്ല. എന്തു പറ്റി സർ? വന്നപ്പോഴേ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. എന്തോ വലിയ ടെൻഷനിലാണല്ലോ. സോറി സർ, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. എന്നോട് ഷെയർ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിൽ സോറി. പ്രതിഭ അറിയാൻ പാടില്ലാത്ത കാര്യമൊന്നുമല്ല. എന്റെ വീടിനെ കുറിച്ച് തനിക്ക് അറിയാലോ. പ്രശ്നങ്ങൾ അവസാനിക്കത്തിടോ അത്. എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാവും സർ ഓരോ പ്രശ്നങ്ങൾ. അതൊക്കെ ഇങ്ങനെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന എന്തിനാ? വീട്ടിലെ കാര്യങ്ങൾ വീട്ടിൽ വെച്ചിട്ട് വന്നില്ലെങ്കിൽ ഓഫീസിലെ കാര്യങ്ങൾ മൊത്തം അവതാളത്തിലാവും. വീട്ടിലെ കാര്യങ്ങൾ ഞാനായിട്ട് പുറത്തു കൊണ്ടുവരുന്നതല്ല പ്രതിഭ. വീട്ടിലെ പ്രധാനപ്പെട്ട 2 പേര് വീട് ഉപേക്ഷിച്ചു പോയ എന്ത് ചെയ്യും? വീട് ഉപേക്ഷിച്ചു പോയെന്നോ? ആര്? അമ്മയും സോനി. എന്തു പറ്റി സർ? അവരിങ്ങനെ ഒരു കടുത്ത തീരുമാനം എടുക്കാൻ എന്താ പറ്റിയത്? കാരണം പലതുമുണ്ട്. കുറച്ച് ദിവസങ്ങളായിട്ട് അമ്മയുടെ സോനയുടെ ഉള്ളില് ഇങ്ങനൊരു പ്രതിഷേധം പുകയുന്നുണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. തുടക്കം ഏട്ടൻ എടുത്തേയും കൂട്ടി അമ്മയോട് കള്ളം പറഞ്ഞ് ദയ്യയുടെ കുഞ്ഞിനെ കാണാൻ വേണ്ടി പോയതാ. സത്യത്തില് അന്ന് ഞാൻ അമ്മയോടൊപ്പം നിന്ന് ഏട്ടനെ കുറ്റപ്പെടുത്തിയത് പോലും അമ്മ ഇതുപോലൊരു കടുത്ത തീരുമാനം എടുക്കരുതെന്ന് കരുതിയ. പക്ഷേ ഞാൻ
ചിലങ്കയ്ക്ക് വേണ്ടി ഒരു ജോലി ശരിയാക്കാൻ പോവാന്ന് കേട്ടപ്പോ അമ്മയും സോനയും എനിക്കെതിരെ തിരിഞ്ഞു. രണ്ടാൺമക്കളും തന്റെ നിയന്ത്രണത്തിൽ നിന്ന് വിട്ടുപോയെന്നുള്ള തോന്നലും പ്രതിഷേധമൊക്കെ ആവാം ഇപ്പോ ഇങ്ങനൊരു തീരുമാനമെടുക്കാൻ കാരണം. ഫോൺ എടുക്കുന്നില്ലേ സർ? ചേരുവാ, എടുത്ത് സംസാരിക്കണം സർ. വീട്ടിലെ പ്രശ്നങ്ങൾ അവരും കൂടി അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ? ഏയ്, അതിന്റെ ഒന്നും ആവശ്യമില്ല. ഹലോ. സത്യേട്ടാ, താങ്ക്സ്. മനസ്സിൽ തൊട്ടൊരായിരം നന്ദി. നന്ദിയോ? എന്തിന്? കമ്പനിയിൽ നിന്ന് വിളിച്ച് നാളെ എന്നോട് ജോയിൻ ചെയ്യാൻ പറഞ്ഞിരിക്കുക. ആണോ? കൺഗ്രാറ്റുലേഷൻസ്. എന്നാ പിന്നെ നാളെ തന്നെ ജോയിൻ ചെയ്യുവാണല്ലോ അല്ലേ? ഉറപ്പായിട്ടും. എനിക്ക് ജീവനുണ്ടെങ്കിൽ നാളെ ഞാൻ ജോയിൻ ചെയ്തിരിക്കും സത്യേട്ടാ. ജീവിക്കാനൊരു ജോലി വേണം. ജോലിക്ക് വേണ്ടി ജീവനും ജീവിതവും കളയാതെ നോക്കണം. അതെനിക്കറിയാം സത്യേട്ടാ. ഇപ്പൊ ഞാൻ എടുക്കുന്ന ഈ തീരുമാനം എനിക്ക് വേണ്ടിയല്ല, എന്റെ മക്കൾക്ക് വേണ്ടിയാ. അതിന്റെ നന്ദി നാളെ മക്കൾക്ക് സത്യേട്ടനോടുണ്ടാവും. ഒന്നും തിരിച്ചു പ്രതീക്ഷിച്ചിട്ടല്ല ചേരൂ. നിന്റെ ജീവിതം നന്നായി പോകുന്നത് കണ്ടാ മതി. എന്നാ ഞാൻ വയ്ക്കട്ടെ, ഓഫീസിലാണ്, കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ട്. ശരി സത്യേട്ടാ. ചിരുവിന് ജോലി ശരിയായല്ലേ? അതെ, നാളെ ജോയിൻ ചെയ്യണം. ഇതോടെ സാറിന്റെ ഉത്തരവാദിത്തം കഴിഞ്ഞല്ലോ. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വിളിയൊന്നും വേണ്ട. സോറി സാർ, ഞാൻ സാറിനോട് അധികാരം എടുക്കാണെന്ന് തോന്നല്ലേ. വീട്ടിലെ പ്രശ്നങ്ങൾ കൂടരുതെന്ന് കരുതി പറഞ്ഞതാ. സാർ ചീരുവിന് വേണ്ടി ജോലിക്ക് ശ്രമിച്ചതിനാ അമ്മയും അനിയത്തിയും വീട് വിട്ടു പോയത്. ചീരുവിന് ആ ജോലി ശരിയായെന്നും കൂടി അറിഞ്ഞാ ആ കാര്യം അവര് അറിയാതിരിക്കുന്നതല്ലേ സാർ നല്ലത്? മറച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല. അവര് അറിയാതിരിക്കാനും പോകുന്നില്ല. അതിനുള്ള അവരുടെ പ്രതിഷേധം അവർ രേഖപ്പെടുത്തി കഴിഞ്ഞില്ലേ. ഇനി പോയാലെന്താ? അല്ല സാർ പോവാണോ? ആ അതെ. അച്ഛാ, രഘുവേട്ടനും കുടുംബവും പുതിയ വീട്ടിലേക്ക് താമസം മാറി. അപ്പോ കുഞ്ഞിന്റെ നൂലുകെട്ടും അവിടെ വെച്ചായിരിക്കും നടത്തുക. ഇവരെന്താ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീട് മാറുന്നത്? കൂടുതൽ സൗകര്യമുള്ള സ്ഥലം കിട്ടുമ്പോ അങ്ങോട്ട് മാറുകയല്ലേ വേണ്ടത്? അതെ, അതൊക്കെ അവരുടെ കുടുംബകാര്യങ്ങളല്ലേ. അതിന് നിങ്ങൾ എന്തോത്തിനാണ് ദുഃഖിക്കുന്നത്? ഞങ്ങൾക്കതിന് പരാതിയൊന്നുമില്ലേ. ഈ പൂച്ച പറ്റിട്ട് സ്ഥലം മാറുന്നത് പോലെ ഈ പൊടിക്കുഞ്ഞുങ്ങളെയും കൊണ്ട് മാറി മാറി പോകുന്ന കണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഓരോരുത്തർക്കും അവരവരുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കേണ്ടി വരും. അതെ ശബരി, പക്ഷെ നമ്മുടെ നൂലുകെട്ട് പറഞ്ഞവരോട് ഇനി മാറ്റി പറയേണ്ടി വരില്ലേ? അതിന് നമ്മൾ കുറച്ച് ആളുകളോടല്ലേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ എല്ലാവരും ഇങ്ങോട്ട് വന്നിട്ടല്ലേ നമ്മൾ അങ്ങോട്ട് പോകുന്നത്. എല്ലാ കാര്യത്തിലും കുറ്റം കാണാൻ മാത്രം ശ്രമിക്കുന്നവർക്ക് ഇങ്ങനെ പലതും കാണും. ഓ, നീ ഇനി അതി പിടിച്ചു കയറണ്ട. എടാ, ഞാനൊരു അഭിപ്രായം പറയാം. അവിടുത്തെ അവസ്ഥ വെച്ച് അതാ നല്ലതെന്നാ എനിക്ക് തോന്നുന്നത്. എന്താ ചേച്ചി? കുഞ്ഞിന്റെ നൂലുകെട്ട് കഴിഞ്ഞാ ദയയും കുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. അതാകുമ്പോ ഞങ്ങളുടെ ഇഷ്ടത്തിന് കുഞ്ഞിനെ കൊഞ്ചിക്കേ ലാളിക്കേ ഒക്കെ ചെയ്യാലോ. അത് ചേച്ചി പറഞ്ഞ നല്ല കാര്യോ. അവിടെ അമ്പളിക്ക് ആ കൊച്ചു കുഞ്ഞിനെയും കൊണ്ട് ദയയും കുഞ്ഞിനെ നോക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെ ആകുമ്പോ ഞാനും ചേച്ചിയൊക്കെ ഉണ്ടല്ലോ. അല്ല, അത് മാത്രമല്ല, പണ്ട് ഇവിടെ വന്നു നിന്നപ്പോ നമ്മൾ കണ്ടതല്ലേ, ദയ അമ്പിളി തമ്മില് അത്ര ചേർച്ചയൊന്നുമില്ലായിരുന്നു. ഇനിയിപ്പോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടോ എന്ന് ആർക്കറിയാം.